നമസ്കാരം. വളരെ മാന്യതയുള്ളൊരു ഗുഡ് മോർണിംഗ് ആണ്. കാര്യം ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. സാധാരണ നമ്മൾ റൈഡും ടൂറും ഒക്കെ പോയി മടുത്ത് എൻ്റെ ആ പഴയ ഒരു ടൂർ ഇങ്ങനെയുള്ള കറക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഭക്തിയുടെ മാർഗത്തിലേക്ക് പരമോന്നതിയിൽ ലയിക്കാൻ പോവുകയാണ്. ഇത് സ്വാമി കൃഷ്ണൻ അക്ഷയ് കിഷോർ. സ്വാമി കൃഷ്ണൻ വന്നില്ല. സ്വാമി അക്ഷയും സ്വാമി പ്രവീണുമായിട്ട് മണത്തിട്ടമ്മ അമ്പലത്തിൽ പോയത്. എവിടെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നു നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. ഇവിടെ തിരുമലക്കോവിലെന്ന് പറയും, തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് പോയി തൊഴുത് ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം കളഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോറസ്റ്റിൽ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ അച്ചൻകോവിലിൻ്റെയൊക്കെ ആ സൈഡിലാണ്. അപ്പോൾ അവിടെ പോയി ഇന്ന് തുടക്കത്തിലൊരു ഭക്തിയും പിന്നെ ഒരു ശക്തമായ തിരിച്ചുവരവോടുകൂടി നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, അവിടെ നമ്മളിന്ന് വ്യത്യസ്തമായ ഒരു ഭക്തി മാർഗത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡീസൽ അടിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഡീസൽ അടിക്കുകയാണ്. ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ പറഞ്ഞു. എത്ര ലിറ്ററാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് നമ്മൾ കുളത്തുപ്പുഴ എത്തി. സന്തോഷ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ആണല്ലേ. ഈ ശാമ്പ്രാണിയെ കൊളുത്തി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് വന്ന് കയറി. ഇവിടെ ഒന്നുമില്ല. മോഹിച്ച് ദാഹിച്ച് അപ്പം വന്നു. ഇതെന്താണ് അപ്പവും കടലക്കറിയാ? ആരാണ് അപ്പവും കടലക്കറിയും പറഞ്ഞേ? ഇതാ കഴിച്ചോ. ദോശ. ഐശ്വര്യം വന്നില്ലേ ഇപ്പോൾ മോത്? പ്രേക്ഷകർ തന്നെ പറയൂ. പഴയ അക്ഷയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് അക്ഷി. ഈ കാണുന്നതാണ് 13 കണ്ട്രപ്പാലം. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇവിടെ. ഇതിനെ പൊളിക്കാനായിട്ട് വന്ന സമയത്ത് ഇത് അത്ര സ്ട്രോങ് ആയിരുന്നു. കാര്യം യവന്മാർ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു കല്ല് പോലും ഇളകുന്നില്ലായിരുന്നു. മറ്റേ ഈ മീറ്റർ ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കിയ സമയത്ത് പഴയ ബ്രിട്ടീഷുകാർ അറിഞ്ഞു കെട്ടിയ പാലമാണ്. ഉടനെ ഒന്നും തകരാതിരിക്കുക.
അപ്പോൾ നമ്മൾ തിരുമലക്കോവിലിൽ പോയി ദർശനമൊക്കെ നടത്തി, നല്ലൊരു ദർശനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് നമ്മളിനി പോകുന്നിടത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാനായി വേറെ ഒന്നും അവിടെ ഇരിക്കില്ല, അവർ വിളിച്ചു പറഞ്ഞു എല്ലാം വാങ്ങണമെന്ന്. അല്ല നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങി, പിന്നെ ഇവിടുന്ന് തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇവിടുന്ന് താഴെ നിന്ന് വാങ്ങുന്നു, എണ്ണ, അരി എല്ലാം വാങ്ങി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അയാൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളിനി ആ ലൊക്കേഷൻ നോക്കി പോകും. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അത് ഒരു ഫോറസ്റ്റിനകത്തുള്ള ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. അത് അവരിപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പോയിട്ടില്ല, നല്ലതാണോ ചീത്തയാണോ എന്ന് പോയി നോക്കിയാലേ അറിയാവൂ. പോയി നോക്കിയിട്ട് ലൈവായിട്ട്, അതായത് ഞാനിവിടെ ലൈവായിട്ട് പറയും, നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എത്തിക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 26 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഒരു മണിക്കൂർ എടുക്കും. ഈ ചെങ്കോട്ട എസ് വളവും കഴിഞ്ഞാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ അവിടുന്ന് രാവിലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു, എസ് വളവ് കഴിഞ്ഞ് ചെങ്കോട്ടയിലോട്ട് വന്ന് നേരെ അച്ചൻകോട്ട് റൂട്ട് പിടിച്ചാണ് തിരുമലക്കോവിൽ പോയത്. തിരിച്ചു പോകുന്നത് നമ്മൾ തിരികെ അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ പുനലൂർ റൂട്ട്, കുളത്തൂപ്പുഴ ആ റൂട്ട് തിരിച്ചു പോകും. അവിടെ ഇവിടുന്ന് ഒരു 26 കിലോമീറ്റർ, ചെങ്കോട്ടയിൽ നിന്ന് 26 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ട്, അവിടെ നിന്നാണ് ഈ സ്ഥലത്ത് വേണ്ടത്. നല്ല അനുഭവമായിരിക്കണം. നോക്കാം, എന്തായാലും പോയി നോക്കട്ടെ.